ഇന്ത്യൻ ആർമിയിലേക്ക് ചേരാൻ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ നല്ല ഒരു സുവർണ അവസരം വന്നിരിക്കുകയാണ്. BSF അഥവാ ബോർഡ് ഓഫ് സെക്യൂരിറ്റി ഫോഴ്സ് അതിൽ 1526 ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. അപേക്ഷാ സമർപ്പണം പൂർണ്ണമായും ഓൺലൈൻ സംവിധാനത്തിലൂടെയാണ് ബന്ധപ്പെട്ടവർ ക്രമീകരിച്ചിരിക്കുന്നത്. ആയതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് സ്വയം തന്നെ അല്ലെങ്കിൽ അക്ഷയ സെൻറ്റർ മുഖേനയും അപേക്ഷ നൽകാവുന്നതാണ്. BSFിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ, വാറണ്ട് ഓഫീസർ, ഹെഡ് കോൺസ്റ്റബിൾ, ഹവിൽദാർ എന്നീ തസ്തികയിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. 25,500 രൂപ മുതൽ 92,500 രൂപ വരെ ശമ്പളം ലഭിക്കുന്നതാണ്. മറ്റ് അലവൻസുകൾ പുറമേ ഉണ്ടാകും. 18 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ളവർക്ക് ഈ മേഖലയിലേക്ക് അപേക്ഷ നൽകാവുന്നതാണ്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി 2024 ജൂലൈ 9 ജോലിസ്ഥലം ഇന്ത്യയിൽ എവിടെയുമാവാം. ഇത് പൂർണ്ണമായും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു ജോലിയാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കുന്നവരിൽ പുരുഷന്മാരാണെങ്കിൽ 165 സെൻറ്റിമീറ്ററും വനിതകളാണെങ്കിൽ 155 സെൻറ്റിമീറ്ററും ഉയരമുണ്ടായിരിക്കണം. എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. https://rectt.bsf.gov.in എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ചാൽ വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ കാണാവുന്നതാണ്. അതിൽ താഴെ രണ്ടാമത് കാണുന്ന ലിങ്കിൽ അപ്ലൈ ഹിയർ എന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ, പ്രത്യേകിച്ചും രജിസ്ട്രേഷൻ പാർട്ട് പൂർത്തിയാക്കാവുന്നതാണ്. ഇവിടെ കൃത്യമായിട്ട് തങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിലുള്ള പേര് കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക, മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക, ഇമെയിൽ എൻ്റർ ചെയ്ത് ജനറേറ്റ് OTP എന്ന ലിങ്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ മൊബൈലിലേക്ക് OTP വരുന്നതായിരിക്കും. അതുപയോഗിച്ചുകൊണ്ട് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാവുന്നതാണ്. രജിസ്ട്രേഷൻ പ്രോസസ്സ് കഴിഞ്ഞാൽ ഉടൻ തന്നെ പേഴ്സണൽ ഇൻഫർമേഷൻ പൂർത്തിയാക്കി തൊട്ടടുത്ത അഡ്രസ് ഡീറ്റെയിൽസ്, അതർ ഡീറ്റെയിൽസ്, മറ്റ് വിവരങ്ങളെല്ലാം നൽകി, ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം നൽകി, സർട്ടിഫിക്കറ്റ്, ബന്ധപ്പെട്ട ഡോക്യുമെൻസുകളെല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് വിദ്യാർത്ഥികൾക്ക് പൂർണ്ണമായും ഇതിൻ്റെ അപേക്ഷാ സമർപ്പണം കൃത്യമായ രീതിയിൽ തന്നെ പൂർത്തിയാക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ വിദ്യാർത്ഥികൾ താഴെ പറയുന്ന ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റ്സ് തയ്യാറാക്കി വെക്കേണ്ടതാണ്. അതിലൊന്ന് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, 2 SSLC സർട്ടിഫിക്കറ്റ്, 3 +2 സർട്ടിഫിക്കറ്റ്, 4 ആധാർ കാർഡ്, 5 മൊബൈൽ നമ്പർ, 6 ഇമെയിൽ ID, 7 ഇൻകം സർട്ടിഫിക്കറ്റ്, 8 കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്. ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെയും കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിൻ്റെയും പ്രത്യേകമായിട്ടുള്ള ഫോർമാറ്റിൽ തന്നെ നൽകേണ്ടതാണ്. ആ ഫോർമാറ്റ് താഴെ വിദ്യാർത്ഥികൾക്ക് കാണാവുന്നതാണ്. അപേക്ഷാ ഫീസ് 100 രൂപ ജനറൽ വിഭാഗത്തിനും OBC വിഭാഗത്തിനും 100 രൂപ അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. അപേക്ഷാ ഫീസ് ഓൺലൈനായി തന്നെ വിദ്യാർത്ഥികൾക്ക് അടക്കാവുന്നതാണ്. എന്നാൽ SC/ST വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് വിദ്യാർത്ഥികൾ നിർദ്ദേശങ്ങൾ, അപേക്ഷാ സമർപ്പണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ പൂർണ്ണമായും അതിൻ്റെ നിർദ്ദേശങ്ങൾ, നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട്, ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് അപേക്ഷാ സമർപ്പണം ഓൺലൈനായി നൽകേണ്ടത്. ഓൺലൈൻ അപേക്ഷാ സമർപ്പണത്തിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ അപേക്ഷാ സമർപ്പണം പൂർണ്ണമായും കേന്ദ്ര ഗവൺമെൻറ് നിരസിക്കുന്നതായിരിക്കും. നമ്മുടെ ഈ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ വിവരങ്ങൾ പ്രോസ്പെക്ടസ് തന്നെ ഇവിടെ കാണാവുന്നതാണ്. 34 പേജുള്ള ദൈർഘ്യമേറിയ ഒരു പ്രോസ്പെക്ടസാണ് ഇവിടെ. അതിലെല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. അപേക്ഷ നൽകേണ്ട രീതികൾ എങ്ങനെയാണെന്നും ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്നും കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് +2 പാസ്സായ വിദ്യാർത്ഥികൾക്ക് തന്നെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഈ തസ്തികയുമായി ബന്ധപ്പെട്ട് പരീക്ഷയുണ്ടായിരിക്കുന്നതാണ്. എക്സാം സെൻറ്ററുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന് കേരളത്തിൽ എല്ലാ സംസ്ഥാനത്തും, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പരീക്ഷാ സെൻറ്ററുകളുണ്ട്. കേരളത്തിൽ തിരുവനന്തപുരമാണ് പരീക്ഷാ സെൻറ്ററായിട്ട് കാണാൻ സാധിക്കുന്നത്. 3 പ്രധാനപ്പെട്ട ഘട്ടങ്ങളാണ്
ഇവിടെ അപേക്ഷാ സമർപ്പണത്തിലുള്ളത്. ഒന്ന്, വൺ ടൈം രജിസ്ട്രേഷൻ. നേരത്തെ ഞാൻ കാണിച്ചതുപോലെ രജിസ്ട്രേഷൻ OTP രജിസ്ട്രേഷൻ നടത്തണം. രണ്ടാമതായിട്ട് ഫില്ലിംഗ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ. മൂന്നാമതായിട്ട് പേയ്മെൻറ്റ് ഓഫ് എക്സാമിനേഷൻ ഫീ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അതിൽ ശ്രദ്ധിക്കാനുള്ളത്. അപേക്ഷാ ഫീസ് പൂർണ്ണമായും ഓൺലൈനായി തന്നെ വിദ്യാർത്ഥികൾക്ക് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നെറ്റ് ബാങ്കിങ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഫീസ് അടക്കാവുന്നതാണ്. ഇനി ചില സർട്ടിഫിക്കറ്റുകളുടെ ഫോർമാറ്റ് കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. നൽകിയതുകൊണ്ട് അവർ ആ ഫോർമാറ്റിൽ തന്നെ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കേണ്ടതാണ്. ഉദാഹരണത്തിന് SC/ST കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഈ ഫോർമാറ്റിൽ തന്നെ തയ്യാറാക്കി ബന്ധപ്പെട്ട അധികാരികളെ കൊണ്ട് താഴെ ഒപ്പിട്ട് വാങ്ങണമെന്ന് അറിയിക്കുന്നു. OBCക്കാർ തയ്യാറാക്കേണ്ട സർട്ടിഫിക്കറ്റ് ഇവിടെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഈ പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ തന്നെ OBC കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികൾ ഫില്ല് ചെയ്ത് ബന്ധപ്പെട്ട അധികാരികളെ കൊണ്ട് ഒപ്പുവാങ്ങണമെന്ന് അറിയിക്കുന്നു. ഇനി ഹൈറ്റിലൊക്കെ നേരത്തെ പ്രതിപാദിച്ചുള്ള ഹൈറ്റിലൊക്കെ എന്തെങ്കിലും റിലാക്സേഷൻസ് വേണ്ടവർ മാത്രം ഈ സർട്ടിഫിക്കറ്റ് പൂരിപ്പിച്ച് ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് ഒപ്പ് വാങ്ങേണ്ടതാണ്. മറ്റൊന്ന്, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഇൻകം സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. ആ ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെ മോഡലാണ് കൃത്യമായിട്ട് ഇവിടെ പ്രതിപാദിച്ചത്. ഇതിലും ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾ തെറ്റാതെ അപേക്ഷാ ഫോം പൂരിപ്പിച്ച് സർട്ടിഫിക്കറ്റ് പൂരിപ്പിച്ച് ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് ഒപ്പും സീലും വാങ്ങണമെന്ന് അറിയിക്കുന്നു. ഏതായാലും വിദ്യാർത്ഥികൾക്ക് ഈ മേഖലയിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്കുള്ള ഒരു സുവർണ അവസരമാണ് ഇവിടെ കൈവന്നിരിക്കുന്നത്. ആത്മവിശ്വാസവും ധൈര്യവുമുള്ള വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്. ആ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലേക്ക് വിദ്യാർത്ഥികൾക്ക് ഈ അവസരത്തിൽ അപേക്ഷ നൽകാവുന്നതാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും ലഭ്യമാകുന്ന ഒരു പ്രധാനപ്പെട്ട തസ്തികയാണ് നേരത്തെ അറിയിച്ചിട്ടുള്ള മേഖലകൾ. അതിലേക്ക് +2 പാസ്സായ എല്ലാ വിദ്യാർത്ഥികൾക്കും അപേക്ഷ നൽകാവുന്നതാണ്. ഇന്ത്യയിൽ എവിടെയും ഏത് മേഖലയിലുമാവാം തൊഴിൽ. അങ്ങനെ ഏത് മേഖലയിലും തൊഴിലെടുക്കാൻ സാധ്യതയുള്ള ഏത് സംസ്ഥാനങ്ങളിലും തൊഴിലെടുക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് നല്ലൊരവസരമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും ആൺകുട്ടികൾക്ക്, പ്രത്യേകിച്ചും ഈ മേഖല താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അല്പം കഠിനാധ്വാനവും അതോടൊപ്പം തന്നെ നിശ്ചയദാർഢ്യവുമൊക്കെ ഉള്ള വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഇന്ത്യൻ ആർമി. അതിൽ ഒരു പ്രധാനപ്പെട്ട വിങ്ങാണ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അഥവാ BSF എന്ന് പറയുന്ന BSFിലെ വ്യത്യസ്ത മേഖലയിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ആയതുകൊണ്ട് +2 പാസ്സായ വിദ്യാർത്ഥികൾക്ക് ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്താമെന്ന് അറിയിക്കുന്നു.